ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിൽവിയ പ്ലാത്തിൻ്റെ എഡ്ജ് എന്ന് പറയുന്ന പോമാണ്. സിൽവിയ പ്ലാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരു അമേരിക്കൻ പോയറ്റും നോവലിസ്റ്റും ആയിരുന്നു. മാത്രമല്ല അവരൊരു കോൺഫെഷണൽ പോയറ്റായിരുന്നു. കോൺഫെഷണൽ പോയറ്റ് എന്ന് പറയുന്ന സമയത്ത് അവരുടെ വർക്ക്സിൽ നമുക്ക് കാണാൻ സാധിക്കുക അവരുടെ ലൈഫ് എക്സ്പീരിയൻസ്, അവരുടെ ആ ഒരു ഇന്നർ തോട്ട്സ്, ഇന്നർ വറീസ്, ഇന്നർ കോൺഫ്ലിക്റ്റ് ഇതെല്ലാമായിരിക്കും നമുക്ക് ഇവരുടെ പോയത്തിൽ കാണാനായിട്ട് സാധിക്കുക. നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പോം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പോയത്തിൽ സിൽവിയ പ്ലാത്തിൻ്റെ ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റാണ് നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു പോയത്തിൽ കാണാൻ സാധിക്കുക. ഇവരുടെ ഒരുപാട് പോംസ് ഉണ്ട്, ഒരുപാട് മേജർ വർക്ക്സ് ഉണ്ട്. ഡാഡി, ലേഡി ലസാറസ്, ഈ വർക്ക്സിലൊക്കെ തന്നെ നമുക്ക് സിൽവിയ പ്ലാത്തിൻ്റെ ആ ഒരു ഇന്നർ കോൺഫ്ലിക്ട്സ് കാണാനായിട്ട് സാധിക്കും. സിൽവിയ പ്ലാത്തിൻ്റെ മിക്ക മേജർ വർക്ക്സും അവരുടെ മരണശേഷമാണ് പബ്ലിഷ് ചെയ്യുന്നത്. അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ടെഡ്യൂസാണ് അവരുടെ പോംസൊക്കെ തന്നെ പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മരണശേഷമാണ് അവർക്ക് പുലിറ്റ്സർ പ്രൈസ് വരെ കിട്ടുന്നത്. സിൽവിയ പ്ലാത്ത് സൂയിസൈഡ് ചെയ്തിട്ടാണ് മരിക്കുന്നത്. ടെഡ് ഹ്യൂസും സിൽവിയ പ്ലാത്തും തമ്മിലുള്ള ആ ഒരു പ്രശ്നം, ടെഡ് ഹ്യൂസിന് ഒരു റിലേഷൻ ഉണ്ടാവുകയും അത് കാരണം ടെഡ് ഹ്യൂസ് ഇവരെ സിൽവിയ പ്ലാത്തിനെയും സിൽവിയ പ്ലാത്തിൻ്റെ കുട്ടികളെയും ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം സിൽവിയ പ്ലാത്ത് വളരെ ഡിപ്രസ്ഡ് ആവുന്നുണ്ട്. അത് കാരണമാണ് അവർ സൂയിസൈഡ് ചെയ്തിട്ട് മരിക്കുന്നത്. ഈ ഒരു പോം സിൽവിയ പ്ലാത്തിൻ്റെ ഒരു സൂയിസൈഡ് നോട്ടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബിക്കോസ് ഈ ഒരു പോം നോക്കിയാൽ നമുക്ക് ആ ഒരു സൂയിസൈഡൽ ഇമേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് അവരുടെ ലാസ്റ്റ് പീസ് ഓഫ് വർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഇവർ മരിക്കുന്നതിൻ്റെ 6 ദിവസം മുന്നെയാണ് ഈ ഒരു പോം എഴുതുന്നത്. ഇനി നമ്മൾ ഈ ഒരു പോം നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കാണാൻ സാധിക്കുക വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. ഒരമ്മയും അവരുടെ 2 കുട്ടികളും, അവർ 3 പേരും മരിച്ചു കിടക്കുന്ന ഒരു ഇമേജാണ് ഈ ഒരു പോത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ പോത്തിലേക്ക് കടക്കുകയാണ്. The woman is perfected. Her dead body wears the smile of accomplishment. സോ ഈ ഒരു ഫേസ്റ്റ് ലൈനിൽ നമുക്ക് കിട്ടുന്നൊരു ഇമേജ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ മരിച്ചു കിടക്കുകയാണ്. ഇവിടെ പോയിട്ട് പറയാണ് ആ മരിച്ചു കിടക്കുന്ന സ്ത്രീ പെർഫെക്റ്റഡ് ആയിരിക്കുന്നു. മരണത്തോടു കൂടെ ആ ഒരു സ്ത്രീ പെർഫെക്ഷൻ കൈവരിച്ചെന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഐറണിക്കലാണ്. കാരണം മരണത്തോടു കൂടെ ആയിരിക്കും ഒരിക്കലും പെർഫെക്ഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മരണം എന്ന് പറയുന്ന സമയത്ത് അവിടെ ലൈഫ് എൻഡ് ആവാണ്. അവിടെ നമുക്കൊരിക്കലും പെർഫെക്ഷൻ നേടിയെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ പറയാണ് ഈ മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ മുഖത്ത് താൻ എന്തോ നേടി, ജീവിതത്തിൽ എന്തെല്ലോ നേടി എന്നുള്ള ഒരു സന്തോഷം ഇവരുടെ ഒരു ഫേസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് പോയിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് പേട്രിയാർക്കി ഒരു തീമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു വുമൻ പെർഫെക്റ്റഡ് ആയി എന്ന് പറയുന്നത് ഐറണിക്കലാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ വിമൻ എപ്പോഴും ഒരു സെക്കൻഡ് സ്ഥാനമാണ് എപ്പോഴും കിട്ടാറുള്ളത്. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും സ്ത്രീ മിണ്ടരുത്, എല്ലാം കേട്ട് സഹിച്ച് നിൽക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. സോ ആ ഒരു ഇമേജാണ് ഇവിടെ പോയിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. മരണത്തോടു കൂടെ ഈ സ്ത്രീ നിശബ്ദയായിരിക്കുകയാണ്. ഇനി ഈ സ്ത്രീക്കൊന്നും സംസാരിക്കാനായിട്ട് സാധിക്കില്ല. എങ്ങനെയാണ് ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി സ്ത്രീയെ ആഗ്രഹിച്ചിട്ടുള്ളത്, അതേപോലെ ഈ സ്ത്രീയും ആയി എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. The illusion of a Greek necessity flows in the scrolls of her toga. ഇവിടെ ഈ ഗ്രീക്ക് നെസസിറ്റി കൊണ്ട് പോയിട്ട് ഉദ്ദേശിക്കുന്നത് ഗ്രീക്ക് മിത്തോളജി പ്രകാരം തക്കതായിട്ടുള്ളൊരു കാരണം ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് തെറ്റില്ല എന്നൊരു കാര്യമുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ പോയിട്ട് ഓർക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരു എല്യൂഷൻ നമുക്ക് കാണാം. ഗ്രീക്ക് മിത്തോളജിയിലുള്ള ഒരു ക്യാരക്ടർ മെഡിയ, അവരുടെ ഹസ്ബൻഡ് അവരെ ചതിച്ച് വേറൊരു സ്ത്രീക്ക് വേണ്ടി പോയ സമയത്ത് അതിനൊരു റിവെഞ്ച് എന്നോണം അവരുടെ കുട്ടികളെ കൊല്ലുന്നുണ്ട്. അതും ഇവിടെ ഒരു എല്യൂഷനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ടോഗ എന്ന് പറയുന്നത് ഒരു ലൂസ് വൈറ്റ് ഡ്രസ്സാണ്. ആ ഒരു ഡ്രസ്സിനെയാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. Her bare feet seems to be saying, we have come so far, it's over. പോയിട്ട് പറയാണ് ഈ ഒരു സ്ത്രീ ഒരുപാട് ദൂരം സഞ്ചരിച്ചു, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിച്ചു. ഇത്രയും വർഷക്കാലം കൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിക്കാൻ പറ്റുമോ അത്രത്തോളം കഷ്ടപ്പാട് ഈ സ്ത്രീ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നൗ ഇറ്റ്സ് ഓവർ. മരണത്തോടു കൂടെ അത് അവസാനിച്ചിരിക്കുന്നു.
Each dead child coiled a white serpent, one at each little pitcher of milk, now empty. ഇവിടെ നമുക്ക് കിട്ടുന്നൊരു പിക്ചർ എന്ന് പറയുന്നത് ഈ സ്ത്രീയുടെ 2 കുട്ടികളും ഇവരുടെ കൂടെ തന്നെ മരിച്ചു കിടക്കുന്നുണ്ട്. ഈ കുട്ടികൾ എങ്ങനെയാണ് കിടക്കുന്നത്? കോയിൽഡ് ആയിട്ട്, അതായത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ, ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കുട്ടികൾ കിടക്കുന്നത് കണ്ടിട്ടില്ലേ? ഒന്നും ഇങ്ങനെ കോടിക്കൊണ്ടാണ് കിടക്കുന്നത്. അതേപോലെ ഈ സ്ത്രീയുടെ 2 കുട്ടികളും ഇവരുടെ സൈഡിലായിട്ട് ഇങ്ങനെ കോയിൽ ചെയ്ത് കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ ഈ കുട്ടികളെ വൈറ്റ് സർപ്പൻറ്റ് എന്ന് പറയുന്ന ഒരു ഇമേജ് കൊണ്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു കളർ വൈറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ഇവർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരിച്ച ആൾക്കാരുടെ ശരീരത്തിൽ ജീവൻ്റെ ഒരു അംശം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും നടക്കുന്നില്ല. സോ വൈറ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ പിക്ചർ ഓഫ് മിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രസ്റ്റാണ്. ആ സ്ത്രീയുടെ ബ്രസ്റ്റിനെയാണ് പിക്ചർ ഓഫ് മിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പം എംപ്റ്റി ആയി എന്നാണ് പറയുന്നത്. ബിക്കോസ് ഷീ ഈസ് ഡെഡ് നൗ, ഷീ ഈസ് നോട്ട് എലൈവ്. ഈ ഒരു വരിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം സിൽവിയ പ്ലാത്ത് ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ തൻ്റെ കുട്ടികളെയും അവരുടെ കൂടെ കൊണ്ടുപോകണം, അവരെയും കൂടെ കൊല്ലണം എന്നുള്ളൊരു ആഗ്രഹം സിൽവിയ പ്ലാത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അവർക്കറിയാം അവർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടികളുടെ കാര്യം വളരെ കഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈഫിൻ്റെ റിയാലിറ്റി, ആ ഒരു ബ്രൂട്ടൽ റിയാലിറ്റി മക്കൾ അറിയണ്ട എന്നുള്ള രീതിക്ക് അവരെയും കൂടെ കൊണ്ടുപോകാമെന്ന് സിൽവിയ പ്ലാത്ത് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നോക്കിയാൽ അറിയാം സിൽവിയ പ്ലാത്ത് അവരൊന്നും ചെയ്യാതെ അവൾ മാത്രമായിട്ടാണ് മരിക്കുന്നത്. ഇവിടെ ഈ ഒരു പിക്ചർ, ഈ കുട്ടികളുടെ പിക്ചർ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു റോസ് അതിൻ്റെ പെറ്റൽസ് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതേപോലെയാണ് ഈ സ്ത്രീയും ഈ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. She has folded them back into her body as petals of a rose close when the garden stiffens and odor bleeds from the sweet, deep throats of the night flower. The moon has nothing to be sad about, staring from her hood of ball. She is used to this sort of thing. Her blacks crackle and drag. പിന്നെ പോയിട്ട് പറയാണ് മൂൺ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും സങ്കടപ്പെടുന്നൊന്നുമില്ല. കാരണം മൂൺ ഇതേപോലെയുള്ള ഒരുപാട് ട്രാജഡിക്ക് സാക്ഷിയായിട്ടുണ്ട്. ഈ സ്ത്രീയെ പോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ ഇതിന് മുന്നേയും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ആ ഒരു അടിച്ചമർത്തൽ സഹിക്കാനാവാതെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂണിന് ഇത് പുതിയ ഒരു കാര്യമായിട്ടൊന്നും തോന്നില്ല. വളരെ നേച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇവിടെ സൂയിസൈഡ് കാണിച്ചിരിക്കുന്നത്. ഈ മൂൺ എന്ന് പറയുന്ന ഒരു ഇമേജ് നമ്മൾ വിമൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടെ മൂണിന് ആ ഒരു ഫെമിനിൻ ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്. മൂൺ എന്ന് പറയുന്നത് ഒരു ഡിപ്രസിങ് ഇമേജ് ആയിട്ടാണ് പണ്ട് മുതലേ നമ്മൾ കണക്കാക്കുന്നത്. കാരണം ഒരു മൂൺ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മൾ വല്ലാതെ ഗ്ലൂമി ആവാറുണ്ട്. സോ ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ്, സിൽവിയ പ്ലാത്തിൻ്റെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റാണ് ഈ ഒരു ഇമേജിലൂടെ അവർ കാണിക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പോം വരുന്നത്. തീംസ് നോക്കുകയാണെങ്കിൽ ഡെത്ത് ഇവിടെ ഒരു തീമായിട്ട് വരുന്നുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞു ഈ ഒരു പോം, എഡ്ജ് എന്ന് പറയുന്ന പോം സിൽവിയ പ്ലാത്തിൻ്റെ സൂയിസൈഡൽ നോട്ടായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയത്തിൽ ഡെത്ത് ഒരു തീമായിട്ട് വരുന്നുണ്ട്. ഈ പോയത്തിൽ മാത്രമല്ല, സിൽവിയ പ്ലാത്ത് ഇതിനു മുന്നേ എഴുതിയിട്ടുള്ള പോംസിലും ഡെത്ത് ഒരു എവർ പ്രസൻറ്റ് റിയാലിറ്റി ആയിട്ട് സിൽവിയ പ്ലാത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു തീം എന്ന് പറയുന്നത് പേട്രിയാർക്കിയാണ്. ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അവരുടെ ആ ഒരു ഇന്നർ കോൺഫ്ലിക്ട്സ് എല്ലാം തന്നെ സിൽവിയ പ്ലാത്ത് അവരുടെ വർക്ക്സിലൂടെ കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു പോയത്തിലും പേട്രിയാർക്കി ഒരു തീമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ളൊരു തീമാണ് മദർഹുഡ്. സിൽവിയ പ്ലാത്ത് അവരുടെ പോയത്തിലൂടെ ആ ഒരു മദർഹുഡിൻ്റെ സ്ട്രെസ്സെല്ലാം ഓപ്പണായിട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. ഇവരുടെ കുട്ടികൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഈ ഒരു മദർഹുഡ് എന്ന് പറയുന്ന ആ ഒരു ഫേസ് ഇവർ വളരെ വെറുപ്പോടെയാണ് കാണുന്നത്. സോ മദർഹുഡിൻ്റെ ആ ഒരു ടെൻഷൻ എല്ലാം തന്നെ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മളുടെ എഡ്ജ് എന്ന് പറയുന്ന പോം. ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ പോം. താങ്ക് യു.